പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടി അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പ അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിനെയും മഹത്വം കർത്താവ് അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം കുറിച്ച് പണ്ടക്കവണ്ണം വീണ്ടും കർത്താവടിയിൽ ഒരുക്കി തന്ന നല്ല സമയത്തെയും സന്ദർഭത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചു പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചത് തന്നെ ദൈവത്തിന് നന്ദി പറയാം. പ്രിയ ദൈവമക്കളെ, എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു പഴയ ഒരു മലയാള ഗാനത്തിൻ്റെ ചില അടികൾ പാടണം. അത് എൻ്റെ മെസ്സേജിനോടനുബന്ധിച്ചുള്ള ഒരു ഗാനം കൂടെയാണ്. അപ്പോൾ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വരുവാനുള്ളവരൊക്കെ കടന്നു വരട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு. பிரியமானவர்களே, ஆனபடினால ஒவ்வொரு நிமிடமும் அவருடைய வருகைக்காக நாம் ஆயத்தமாக இருப்போம். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. பிரியமானவர்களே, இன்றைய தின வசன தியானத்திற்குள் பிரவேசிப்பதற்கு முன்பதாக ஒரு பழைய ஒரு மலையாள பாடல் ஒன்று நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸ் தி லார்ഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് അല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം തന്നെ യേശു ആ വീടിൻ്റെ മഹത്വമായി മാറി എന്നൊരു വിഷയമാണ്. യേശു ആ വീടിൻ്റെ മഹത്വമായി മാറി. പ്രിയ ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ പഴയ കാലത്ത് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കേരളത്തിലൊക്കെ പല വീടിൻ്റെയും ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് വചനം കേൾക്കുവാൻ പോകുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എഴുതി വെക്കാം, യേശു ഈ വീടിൻ്റെ മഹത്വമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഒരു ആമേൻ പറയുവാൻ കഴിയും? ഇരിക്കുന്ന ഇടത്ത് എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു ഈ വീടിൻ്റെ മഹത്വമാണ്. നമുക്കെല്ലാവർക്കും അതൊന്ന് തിരുത്തി എഴുതാം ദൈവമക്കളെ. കാരണം എന്താണെന്ന് അറിയാമോ? ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് പറയും. പക്ഷേ പല വീടുകളിലും യേശു നായകനാണോ എന്നത് വലിയ സംശയത്തിലാണ്. കലഹവും മഴക്കും മല്ലും അടിയും ബഹളവും ഒക്കെയാണ്. പക്ഷേ എഴുതി വെക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. എന്നാൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് തിരുത്തി എഴുതാം അല്ലേ? യേശു ഈ വീടിൻ്റെ മഹത്വമാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്നിടത്ത് ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, ക്രിസ്തു ഈ വീടിൻ്റെ മഹത്വമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി തന്നെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനല്ലാ നാളും, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനല്ലാ നാളും. പറവകൾ മൃഗജാതിയിഴയുന്ന ജന്തുക്കളും, പറവകൾ മൃഗജാതിയിഴയുന്ന ജന്തുക്കളും
രാജാക്കൾ മഹത്വക്കൾ പ്രഭുക്കന്മാർ വംശക്കൾ രക്ഷകനേ. രാജാക്കൾ മഹത്വക്കൾ പ്രഭുക്കന്മാർ വംശക്കൾ രക്ഷകനേ. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിനെ ഗ്ലോറി. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിനെ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. അമ്മേ സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും. സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിനെ. അമ്മേ മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിനെ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാടാലോ ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും. തപ്പുകൾ കിന്നരം കൈത്താളമേളത്ത വാഴ്ത്തിയിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിനെ. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിനെ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. പ്രൈസ് ദി ലോർഡ്. എല്ലാം പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ രാത്രിയുടെ വേളയിൽ വചനവുമായി അടിയൻ കടന്നു വരുന്നു. കർത്താവേ, വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരെയും കഴുകി അപ്പച്ചൻ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കാം. ആരെങ്കിലും നിരാശരായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടുകൂടി വചനത്തിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് ഇന്ന് രാത്രികാലം കേൾക്കുന്ന വചനം പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഹൃദയത്തിനുള്ളത്തിനാഴത്തിൽ അവർക്കൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകണം. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ടപ്പച്ചൻ നിറയ്ക്കണം. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ വചനം ഒരു നന്മയായി അനുഗ്രഹമായി തീരണം. കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെ. സകലതും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഏതാണ്ട് 2-3 ദിവസമായിട്ട് ശാരീരികമായി ഞാൻ ഒരുപാട് ക്ഷീണാവസ്ഥയിലാണ്. പനിയും മറ്റ് തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ മെഡിസിനിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട്. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വലിയ കൃപ മാത്രമാണ്. കഴിഞ്ഞ പകൽക്കാലവും അതുപോലെ തന്നെ ശാരീരികമായി ഒരുപാട് ക്ഷീണാവസ്ഥയിലായിരുന്നു. എനിക്ക് മെസ്സേജ് കൊടുക്കാൻ കഴിയുമോ എന്ന് ഞാൻ 7 മണിക്ക് പോലും സംശയിച്ചു പോയി. കാരണം അത്രമാത്രം എനിക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഇന്ന് കഴിഞ്ഞ പകൽക്കാലവും.
എന്നാൽ ഇന്ന് പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ശാരീരിക ക്ഷീണം ഒന്നും തോന്നാതെ ബലവും ആരോഗ്യവും ഒക്കെ കർത്താവ് തരണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, യേശു ആ വീടിൻ്റെ മഹത്വമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, യേശു ഒരുവൻ്റെ ഹൃദയത്തിനകത്ത് വന്നാൽ അവന് അത് അനുഗ്രഹമാണ്, അത് മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഭവനത്തിനകത്ത് വന്നാൽ ഭവനം അനുഗ്രഹമാണ്, അത് മഹത്വമാണ്. യേശു ഒരു വ്യക്തിയിൽ കടന്നു വന്നാൽ ഹല്ലേലൂയ, അത് അവന് മഹത്വമാണ്, അതവൻ അനുഗ്രഹമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? ഇരിക്കുന്ന ഇടത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് നമുക്ക് മഹത്വമായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഒരു ദൈവ പൈതലിന്റെ മഹത്വം എന്നത് എന്താണ്? അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മിൽ ദൈവിക മഹത്വം ഉണ്ടോ പ്രിയരെ? അതോ നാം ചുമ്മാ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണോ? വെള്ളത്തിലെ ആമ്പൽ പോലെ മുങ്ങിയും പൊങ്ങിയും താണും ഒക്കെ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലൂടാണോ നാം കടന്നു പോകുന്നത്? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മഹത്വം അവൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ 18-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ധനവാന് തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, പ്രൈസ് ദി ലോർഡ്, അത് അവന് ഉയർന്ന മതിലായി തോന്നുന്നു. ധനവാന് തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അത് അവന് ഉയർന്ന മതിലായി തോന്നുന്നു. പ്രിയരെ, ഒരു സമ്പന്നൻ, അതായത് ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മഹത്വം എന്ന് പറയുന്നത് അവന്റെ സമ്പത്തിന്റെ നിറവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമ്പത്ത് അല്പമെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവന്റെ ജീവിതത്തിലെ മഹത്വം പോയി. എന്നാൽ ധനവാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് എന്ന് പറയുന്നത് തന്നെ, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, അവന്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ അവന്റെ സമ്പത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് അഭയം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് എന്ത് ചെയ്യും? അഭയം പ്രാപിക്കും. പ്രിയ ദൈവ പൈതലെ, ഒരു സമ്പന്നന്റെ മഹത്വം അവന്റെ സമ്പത്താകുന്നു എന്ന വചനം വ്യക്തമാക്കുകയാണ്. എങ്കിൽ നീതിമാന്റെ മഹത്വം എന്ന് പറയുന്നത് യഹോവയാകുന്നു എന്ന് ശലോമോൻ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രിയ ദൈവ പൈതലെ, ധനവാന് ധനം മഹത്വമായി തോന്നും, എന്നാൽ നീതിമാനോ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം ആയിരിക്കും എന്ന വചനം വ്യക്തമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം, ഏലാം താഴ്വരയുടെ ഉയരങ്ങളിൽ 2 പേർ നിൽക്കുകയാണ്. എന്നാൽ അവരുടെ പിൻപിൽ സൈന്യബലമുണ്ട്. പ്രിയരെ, ഒരുവന്റെ മഹത്വത്തിൽ ഫെലിസ്ത്യൻ അവിടെ നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അവന്റെ മഹത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണെന്നറിയാമോ? ഫെലിസ്ത്യന്റെ മഹത്വം എന്ന് ഉദ്ദേശിക്കുന്ന തന്നെ 6 മുഴം നീളം, അതുപോലെ തന്നെ വലിയ മനുഷ്യനാണ് ഫെലിസ്ത്യൻ എന്ന് പറയുന്ന ഈ വ്യക്തി. അതാണ് അവന്റെ മഹത്വം. എന്നാൽ പ്രിയ ദൈവ പൈതലെ, അവന്റെ തലയിൽ താമ്രം കൊണ്ടുള്ള ശിരസ്ത്രം 5000 ശേക്കെൽ താമ്രം ഉരുക്കി എടുത്തു വെച്ചിട്ടുള്ള കവചം വെച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഒരു ഭയങ്കര കുന്തം ഉണ്ട്. ആകെ മൊത്തത്തിൽ ഫെലിസ്ത്യൻ മല്ലനാണ്. ആരാണെന്നറിയാമോ?
ഗോലിയാത്ത്. ഹല്ലേലൂയ. അവന്റെ തലമേൽ സൂര്യകിരണങ്ങൾ അടിക്കുമ്പോൾ എന്റെ പ്രിയരെ, താമ്രം ഈ ഗോലിയാത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ എന്താകുന്നറിയാമോ? ദൈവമക്കളെ വെട്ടി തിളങ്ങുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അവന്റെ മുൻപിലേക്ക് ഒരു ഇടയ ചെറുക്കൻ, ഹല്ലേലൂയ, ഇടയ സഞ്ചിയും ഒക്കെ ആയിക്കൊണ്ട്, പ്രിയ ദൈവമക്കളെ, ഇടയ വേഷത്തിൽ ഒരു ചെറിയ ബാലൻ കടന്നു വരിക. അവന്റെ കയ്യിൽ എന്തുണ്ടെന്നറിയാമോ? 5-6 കല്ലുണ്ടവൻ. കല്ലും പെറുക്കിക്കൊണ്ട് അവൻ മലനായ ഗോലിയാത്തിന്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, മഹത്വം മുഴുവനും എവിടെയാണെന്നറിയാമോ? താമ്രത്തിലാണ്. എന്നാൽ ദൈവ പൈതലെ, ചില നിമിഷങ്ങളിൽ താമ്രത്തിന്റെ ഗോപുരം നിലത്ത് വീണു. ഇടയ ചെറുക്കൻ എന്താ ചെയ്തെന്നറിയാമോ? താമ്ര മതിലിന്റെ മുകളിൽ കയറി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടോ ഊരിയ വാൾ, ഹല്ലേലൂയ, ഊരിയ വാൾ എടുത്തുകൊണ്ട് താമ്രത്തിന്റെ തല എന്ത് ചെയ്ത് അവന്റെ കരങ്ങളിലാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഏലാ താഴ്വരയിലൂടെ താൻ നടന്നു വരികയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി വരുമ്പോൾ അവർ തിരിച്ചറിഞ്ഞ ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? കുഞ്ഞേ, താമ്രത്തിന്റെ മഹത്വത്തെക്കാളിലും വലിയൊരു മഹത്വം ഇതാ ബാലനിൽ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, 6 അടി മുഴം നീളമുള്ള ആ വലിയ ഫെലിസ്ത്യനെ കാളിലും അവനിലുള്ള വലിയ മഹത്വത്തെക്കാളിലും എന്റെ പ്രിയരെ, ഇതാ ഈ ഇടയ ചെറുക്കൻ, ആ ചെറിയ കുട്ടി, ആ ബാലനിൽ ഒരു വലിയ മഹത്വം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ഹല്ലേലൂയ ദൈവം നിന്റെ മഹത്വമാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്റെ മഹത്വമാണ്. ഒന്നുറക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ വലിയ മഹത്വമാണ്. എത്ര പേർക്ക് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാനായി കഴിയും? എത്ര പേർക്ക് ഉറക്കെ പറയുവാൻ കഴിയും? എന്റെ ദൈവം എന്റെ ജീവിതത്തിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. ഒന്ന് ഇരിക്കുന്ന ഇടത്തില് അടുത്തിരിക്കുന്നവരോട് ഒന്ന് കൈ കുലുക്കി ഒന്ന് പറഞ്ഞാട്ടെ സഹോദര, ഒന്ന് പറഞ്ഞാട്ടെ സഹോദരി, എന്റെ ദൈവം എന്റെ ജീവിതത്തില് ഹല്ലേലൂയ വലിയ മഹത്വമാണ്. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിനാണെന്നേ പ്രധാനം. എന്റെ ദൈവമാണ് പ്രഥമ സ്ഥാനം. എന്റെ ദൈവമാണ് എന്റെ ജീവിതത്തിന്റെ 1-ാം നമ്പർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, സങ്കീർത്തനം 20-ന്റെ 7-ാമത്തെ വരുമ്പോൾ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കും എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ പ്രശംസിക്കും. പ്രിയരെ, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കും, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ എന്ത് ചെയ്യും? പ്രശംസിക്കും. പ്രിയരെ, നമുക്കറിയാം, 2 രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യുന്നറിയാമോ? രാഷ്ട്രത്തിന്റെ മഹത്വം എന്നത് സേനാ വിന്യാസമാണ്. എന്നാൽ നമുക്കറിയാം, മാധ്യമങ്ങൾ ചുമ്മാതിരിക്കത്തില്ല. എപ്പോഴും മാധ്യമങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു കുവിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, വാർത്തകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. എന്നാൽ ദൈവ പൈതലെ, ഒരു അവരെന്താണ് വാർത്തകൾ വിടുന്നത്? ഒരു രാജ്യത്തിന് എത്ര വിമാനവാഹിനി കപ്പലുണ്ട്, എത്ര യുദ്ധവിമാനങ്ങളുണ്ട്, എത്ര ആറ്റം ബോംബുണ്ട്, എത്ര AK-47 തോക്കുകളുണ്ട്, എത്ര വലിയ ബീരങ്കികൾ, ടാങ്കറുകൾ, എത്ര എണ്ണം. ഇതൊക്കെ അവർ ആ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധ സമയങ്ങളിൽ ഇവരിങ്ങനെ വാർത്തകൾ വിട്ടുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയരെ, എന്നാൽ ഇസ്രായേലിന് വിരോധമായ രാഷ്ട്രങ്ങൾ തങ്ങളുടെ രത്നങ്ങളെയും അശ്വങ്ങളെയും അണിനിരത്തി ഞങ്ങളുടെ മഹത്വം കണ്ടോ, ഊരിയെടുത്ത വാളുകളും കുന്തങ്ങളും ഒരുക്കിയിരിക്കുന്ന രഥങ്ങളും ആമേൻ ഹല്ലേലൂയ കുതിരകളെയും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഇസ്രായേലിലെ ഒരു ഭക്തന്റെ മറുപടി ശ്രദ്ധിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മഹത്വം രഥങ്ങളിലും കുന്തങ്ങളിലും ചാവേറുകളിലുമായിരിക്കും. നോക്കണം, ഹല്ലേലൂയ. ഒരു ഭക്തൻ വിളിച്ചു പറയുക, നിന്റെ മഹത്വം എന്ന് പറയുന്നത് ഹല്ലേലൂയ രഥങ്ങളിലും കുന്തങ്ങളിലും ചാവേറുകളിലുമായിരിക്കും.
എന്നാൽ എൻ്റെ മഹത്വവും ഹല്ലേലൂയ, എൻ്റെ മഹത്വം എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, സഹോദരിയെ, നിത്യതയിലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. സ്വർഗരാജ്യത്തിൽ ആമേൻ ഒരു മനുഷ്യന്റെ മഹത്വം എന്തായിരിക്കും എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. സ്വർഗത്തിൽ ഒരു മനുഷ്യന്റെ മഹത്വം എന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ്സിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവിടെ സൂര്യനും ചന്ദ്രനും ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ ആവശ്യമില്ല. കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കുഞ്ഞാട് തന്നെ അതിന്റെ വിളക്ക്. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞാട് തന്നെ അതിന്റെ വിളക്ക്. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ മഹത്വമാണ് സ്വർഗത്തിന്റെ പ്രകാശം എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രിയർ, ഒരു മനുഷ്യന്റെ ഹല്ലേലൂയ നീതി പ്രവൃത്തികളല്ല, പിന്നെയോ സ്വർഗത്തിന്റെ മഹത്വം എന്ന് പറയുന്ന ഒരു പണബലമല്ല, പാരമ്പര്യമല്ല, പിന്നെയോ ദൈവമക്കളെ സ്വർഗത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വമാണെങ്കിൽ എൻ്റെ പ്രിയരെ, സ്വർഗീയ അധികാരത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലെ ഒന്നുറക്കെ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എൻ്റെ മഹത്വമാണ്, എൻ്റെ ദൈവം എൻ്റെ മഹത്വമാണ്, എൻ്റെ ദൈവം എൻ്റെ മഹത്വമാണ്. ഒന്ന് പറയൂ ദൈവ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ഹല്ലേലൂയ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വർഗീയ മഹത്വം നിങ്ങളിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുവാൻ കഴിയും? സ്വർഗീയ മഹത്വം നാം ദർശിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയുടെ പരമോദ്ദേശം തന്നെ എന്താണെന്നറിയാമോ? ഒരു മനുഷ്യനെ മഹത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഒരു മനുഷ്യനെ ഹല്ലേലൂയ ആ മഹത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഹല്ലേലൂയ കാൽവരിയുടെ പരമോ ഉദ്ദേശം എന്നത് നാം അറിഞ്ഞുകൊള്ളണം. യേശു കാൽവരിയിൽ മരിച്ചത് ദൈവമക്കളെ നമുക്കേവർക്കും മഹത്വത്തെ നൽകുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കാൽവരിയിൽ മരിച്ചത് തന്നെ നമുക്കേവർക്കും ഹല്ലേലൂയ പ്രിയരെ മഹത്വം നൽകുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാൽവരിയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ആമേൻ, ദൈവത്തിന്റെ മഹത്വം ആമേൻ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമോ? എത്ര പേർ ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് അവനിൽ ഒരു മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവ് ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ദൈവമക്കളെ ആ വ്യക്തിയിൽ ദൈവിക മഹത്വം വെളിപ്പെടുന്നത്. ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുന്നത്. ആ വ്യക്തി ടോട്ടലി ചേഞ്ച് ആകുന്നത്. യേശുവിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പഴയതുപോലെ അവൻ ജീവിച്ചു കൊണ്ടിരിക്കും. എന്നാൽ യേശു കർത്താവിന്റെ സാന്നിധ്യം അഗ്നിയായ ഒരു മനുഷ്യനിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ ടോട്ടലി അവൻ മാറും, അവൻ ചേഞ്ച് ആകും. ഹല്ലേലൂയ. അവനിലുള്ള പഴയ അനുഭവങ്ങൾ മാറും, അവൻ പുതിയ സൃഷ്ടിയായി മാറും. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തിനായി ഇന്ന് രാത്രികാലം എത്ര പേർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയപ്പാ, അങ്ങയുടെ മഹത്വം എന്നിലേക്ക് ഇറങ്ങി വരണം, അങ്ങയുടെ മഹത്വം എനിക്ക് ഹല്ലേലൂയ അനുഭവിക്കുവാൻ രുചിച്ചറിയുവാനുള്ള കൃപ എനിക്ക് വേണ്ടുമപ്പ. കർത്താവേ, അങ്ങനെ സഹായിക്കണം, അങ്ങയുടെ കൃപയിനാൽ എന്നെ നിറപ്പണം, എന്നെ നിറയ്ക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? കർത്താവേ, അവിടുത്തെ മഹത്വം എന്നിലേക്ക് ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ആ വ്യക്തിയെ തകർക്കുവാനല്ല മഹത്വം. പ്രൈസ് ദി ലോർഡ്. അവനെ നശിപ്പിക്കുവാനല്ല, പിന്നെയോ അവനിൽ മഹത്വത്തെ നൽകുവാൻ വേണ്ടിയ കർത്താവ് ഇറങ്ങി വരുന്നത്, ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരൊക്കെ പെട്ടെന്നുള്ള മാനസാന്തരം വരുമ്പോഴേ ചിലര് പറയാറില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് ഇങ്ങനെയാ, ഞങ്ങൾ അങ്ങ് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നതിന് ശേഷം കഷ്ടങ്ങളേ ഉള്ളാണ്ടി, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ പ്രതികൂലം മാറുന്നേയില്ല. അവർ വിചാരിക്കുന്ന അവർ സ്നാനപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുന്നതെന്നാ, അവര് യേശുവിനെ അറിയുന്നത് കൊണ്ടാണ് ഈ ദുഃഖങ്ങൾ കയറി വരുന്നതെന്നാ അവർ വിചാരിക്കുന്നത്. ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്നാൽ നിന്നെ നശിപ്പിക്കുവാനോ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിച്ചു കളയുവാനോ അല്ല, ഹല്ലേലൂയ, ദൈവിക മഹത്വം നിന്നിലേക്ക് ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവജനം ഹല്ലേലൂയ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻ്റെ ദൈവം എൻ്റെ മഹത്വമാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ മഹത്വമാണ്. രാത്രിയുടെ യാമങ്ങളിൽ സഹോദരി ഉറങ്ങുവാൻ കിടന്നാൽ പ്രാർത്ഥിച്ച് കിടന്നിറങ്ങണം, കർത്താവേ, അവിടുത്തെ മഹത്വത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ, അവിടുത്തെ മഹത്വത്തെ എനിക്ക് ദർശിക്കുവാനുള്ള കൃപ തരണം അപ്പ. ഈ രാത്രികാലം ഞാൻ കിടന്നിറങ്ങുമ്പോൾ അപ്പാ
അങ്ങ് എന്നോട് സംസാരിക്കണം. അവിടുത്തെ മഹത്വം എന്നിലേക്ക് ഇറങ്ങി വരണം. എത്ര പേർ പ്രാർത്ഥിക്കുന്നവരുണ്ട്? എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ് ജീസസ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പണമുണ്ട്? അപ്പാ, അങ്ങയുടെ മഹത്വത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ. അങ്ങയുടെ മഹത്വം എനിക്ക് ആവശ്യമാണപ്പാ, അങ്ങയുടെ മുഖം എനിക്ക് വേണമപ്പാ എന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന സഹോദരി, നിശ്ചയമായും കർത്താവ് നിന്നിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഗെന്നസരത്ത് തടാകത്തിന്റെ തീരത്ത് പ്രിയ സഹോദരങ്ങളെ അനേക പടവുകൾ നിൽക്കുന്നുണ്ട്. എന്നാൽ 2 പടവുകൾ കർത്താവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 പടവുകൾ കർത്താവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒന്ന് ശീമോന്റെ പടവായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? ശീമോന്റെ പടവിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് പ്രൈസ് ദി ലോർഡ്, കർത്താവ് ശീമോനോട് പറഞ്ഞത്, ഈ പടവ് അല്പമൊന്ന് നീക്കിക്കൊണ്ട് പോകാമോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞതും ശീമോൻ വന്ന് ആ പടക് എന്ത് ചെയ്ത് തള്ളിക്കൊണ്ടുപോയി, നീക്കിക്കൊണ്ടുപോയി. എന്നാൽ ആ സമയത്ത് ശീമോൻ എന്താ ചെയ്തുകൊണ്ടിരുന്നെന്നറിയാമോ? പ്രിയ സഹോദരങ്ങളെ, ആ പടവൊക്കെയും വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു യേശു കർത്താവിന് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാതെ ഹല്ലേലൂയ, താൻ ആകെ കൂടെ നിരാശനായി, താൻ ആകെ കൂടെ ഹല്ലേലൂയ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാൻ കഴിയും? എന്താണ് ഞാൻ അവരോട് മറുപടി പറയുക? ഒന്നുമേ കിട്ടിയിട്ടില്ല, ഒരു ചെറിയ മീൻ പോലും എന്റെ കയ്യിലില്ല എന്നുള്ള ഭാരം തന്നെ അലട്ടുന്നുണ്ട്. എന്നാൽ അതൊന്നും ഹല്ലേലൂയ ശീമോൻ വകവയ്ക്കാതെ യേശു കർത്താവ് കയറിയിരുന്ന ഉടനെ കർത്താവും ശീമോനോട് പറഞ്ഞു, ശീമോനെ, ഈ പടവ് അല്പമൊന്ന് നീക്കിക്കൊണ്ട് പോകണമെന്ന്. അതങ്ങനെ തന്നെ അപ്പാടെ താൻ അനുസരിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. യേശു പടകിൽ കയറിയിരുന്നു. എന്നിട്ട് യേശു കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് കർത്താവ് അങ്ങോട്ട് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഇരുന്നവരോട് കർത്താവ് സുവിശേഷം പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ഇതിനിടയിൽ കർത്താവ് സുവിശേഷത്തെ കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷമായി കർത്താവ് ശീമോനോട് കാര്യം പറഞ്ഞു. ശീമോനെ, പടക് ആഴത്തിലേക്ക് ഇറക്ക്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ശീമോനെ, പടക് ആഴത്തിലേക്ക് അതിന്റെ വല ഇറക്കാനായിട്ട് കർത്താവ് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അല്ലെങ്കിൽ ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. പത്രോസിന്റേത് ശൂന്യമായ കരമാണ്. ഞാനത് ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശീമോൻ ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു വെറുമയായി നിൽക്കുന്ന, എംറ്റിയായി നിൽക്കുന്ന ഒരവസ്ഥയാ. എന്നാൽ ഹല്ലേലൂയ പത്രോസ് അല്ലെങ്കിൽ ശീമോൻ യേശു കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്താണ് ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ശീമോൻ ചെയ്യുകയാണ് ചെയ്തത്. കുഞ്ഞേ, ഇവിടെ യേശു പറയുന്നു, ഹല്ലേലൂയ പത്രോസ്, ഞാൻ നിന്റെ പടകിൽ കയറി എങ്കിൽ ഹല്ലേലൂയ ഞാൻ നിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്റെ പടകിൽ കയറിയാൽ ശീമോനെ, നിന്റെ ശൂന്യാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നീ രാത്രി മുഴുവൻ അധ്വാനിച്ചു, നിനക്കൊന്നും ലഭിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ശീമോന്റെ പടകിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവ പൈതലെ, ഹല്ലേലൂയ താൻ വലയിറക്കുമ്പോൾ പെരുത്ത മീൻകൂട്ടമാണ് അകപ്പെട്ടത്. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നീ ശൂന്യമായ അവസ്ഥയിൽ നിൽക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കരത്തിൽ ഒന്നുമില്ല എന്ന് ഓർത്ത് നീ എംറ്റിയായി വെറുമയായി നിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ? നിന്റെ കരങ്ങളിലേക്ക് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ജീവനുള്ള വചനം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ നീ ആ പടകിനുള്ളിലേക്ക് യേശുവിനോടൊപ്പമെങ്കിൽ നിശ്ചയമായും നിന്റെ പടക് ശൂന്യമാകത്തില്ല. ഇവിടെ കർത്താവ് പത്രോസിനോട് പറയുക, ഉറപ്പിക്കുക ശീമോനെ, നീ ശൂന്യമായ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ നിന്റെ ആ അകത്തേക്ക് ഞാൻ കയറി വന്നപ്പോൾ, ഞാൻ കയറിയിരുന്നപ്പോൾ, ഞാൻ വചനം പ്രസംഗിച്ചപ്പോൾ, ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അല്ലെങ്കിൽ നിന്റെ ശൂന്യാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. ഇന്ന് രാത്രികാലം ദൈവ പൈതലെ, ഹല്ലേലൂയ, വചനത്തിന് മുൻപ് താണിരിക്കുന്ന കുഞ്ഞെ, ഹല്ലേലൂയ, നിന്റെ ശൂന്യാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. കർത്താവിന്റെ വചനത്തെ നീ മുറുകെ പിടിക്കുന്നു എങ്കിൽ, യേശുവിന്റെ വചനത്തെ നീ മുറുകെ പിടിക്കുന്നു എങ്കിൽ നിശ്ചയമായും എന്റെ
യേശു ഹല്ലേലൂയ പത്രോസിന് മഹത്വമായി മാറിയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവ പൈതലെ നിന്റെയും എന്റെയും ജീവിതത്തിൽ കർത്താവ് ഒരു മഹത്വമായി മാറും. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു മഹത്വമായി മാറും. ഒരു പക്ഷേ നീ തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ സഹോദരി, കർത്താവ് നിന്റെ ശൂന്യാവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. നിന്റെ ഗർഭഫലത്തെ കർത്താവ് ആശീർവദിക്കുക തന്നെ ചെയ്യും, അനുഗ്രഹിച്ചും മാനിക്കും. കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് നീ ഒന്ന് ഓടി വാ, ഇറങ്ങി വാ, യേശുവിന്റെ അരികിലേക്ക് ഇറങ്ങി വാ, യേശുവിന്റെ സന്നിധിയിലേക്ക് നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. നിന്റെ ശൂന്യാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. അനുഗ്രഹത്താൽ നീ നിറഞ്ഞ കവിയും. ഗ്ലോറി ഹല്ലേലൂയ. നിന്റെ വല ഇനി ശൂന്യമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ വല ഇനി ശൂന്യമാകത്തില്ല. പത്രോസ് വല വീശി എന്താ സംഭവിച്ചെന്നറിയാമോ? പെരുത്ത മീൻകൂട്ടം, പ്രൈസ് ദി ലോർഡ്, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ദൈവ പൈതലേ, യേശു നിന്റെ ജീവിതത്തിന്റെ മഹത്വമാണ്. യേശു നിന്റെ ജീവിതത്തിന്റെ മഹത്വമാണ്. ഒരു പക്ഷേ ആത്മീക ശുശ്രൂഷ മേഖലകളിൽ നീ ഒരുപാട് വലയിറക്കിയ ഒരു വ്യക്തിയാവാം. പക്ഷേ ഒരു ആത്മാവിനെ പോലെ ലഭിച്ചില്ലല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടുകയാണോ? കർത്തൃദാസനെ, കർത്തൃദാസിയെ, യേശുവിന്റെ അരികിലേക്ക് ഇറങ്ങി വാ. വലയെ കർത്താവ് പറയുന്ന ഇടത്ത് നീ വല ഇറക്കിയാൽ നിശ്ചയമായും ഹല്ലേലൂയ മീൻ കയറുക തന്നെ ചെയ്യും. ഗ്ലോറി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പെരുത്ത മീൻകൂട്ടമാണ് ഇറങ്ങി വന്നത്, ആ വലയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പത്രോസിനോട് പറയുക, പത്രോസേ, ഞാൻ നിന്റെ മഹത്വമാണ്, ഞാൻ നിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, യേശു തന്റെ ജീവിതത്തിന്റെ മഹത്വമായി മാറി. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്വീകരിക്കുവാൻ എത്ര പേർക്ക് മനസ്സൊരുക്കമുണ്ട്? എത്ര പേർക്ക് ഹല്ലേലൂയ കർത്താവിനെ ഏറ്റെടുക്കുവാൻ കഴിയും? കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കുവാൻ കഴിയും? ഒഴിഞ്ഞ വലയും പടകുമായി നീറുന്ന മനസ്സും ഹൃദയവുമായി നിൽക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. പത്രോസിന്റെ പടകിൽ യേശു കയറി. ദൈവ പൈതലേ, പത്രോസിന് ദൈവ മഹത്വമായി മാറിയെങ്കിൽ നിന്റെയും ജീവിതത്തിൽ കർത്താവ് ഒരു മഹത്വമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ യേശു കർത്താവിന് നീ ഇടം കൊടുക്കുമോ? യേശു കർത്താവിനെ നീ ക്ഷണിക്കുമോ? കർത്താവേ, അങ്ങന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണം, അങ്ങന്റെ ഭവനത്തിലേക്ക് കടന്നു വരണം. സക്കായുടെ ഭവനത്തിൽ ഇറങ്ങി വന്ന കർത്താവ് എന്റെ ഭവനത്തിൽ ഇറങ്ങി വരണം. എന്റെ മക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ തലമുറയെ അപ്പൊ അങ്ങ് അനുഗ്രഹിക്കണം, അങ്ങ് മഹത്വമായി മാറണം. എന്റെ ഭർത്താവിന്റെ ഹല്ലേലൂയ സ്വഭാവത്തിന് മാറ്റം വരുത്തി തരണം. എന്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകണം. എന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരണം, ഒരു അത്ഭുതമായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അങ്ങനെ നീ സമർപ്പിച്ചാൽ എന്റെ യേശു നിനക്ക് മഹത്വമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ യേശു നിനക്ക് മഹത്വമായി മാറും. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ വല എറിയുമ്പോഴും പത്രോസിന്റെ വലയ്ക്കകത്ത് മീൻ കയറാതെ വണ്ണം ദൈവ പൈതലെ, സമുദ്രത്തിനകത്തെ അന്ധകാര മണ്ഡലങ്ങൾ, ദുർശക്തികൾ ഹല്ലേലൂയ വലയെ അടച്ചു കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വചനം പത്രോസിന്റെ പടകിനകത്ത് ഹല്ലേലൂയ മുഴങ്ങി കഴിഞ്ഞപ്പോൾ, ഓ ഹല്ലേലൂയ, പ്രിയ ദൈവ പൈതലെ, അപ്പുറത്തുകൂടെ ഇപ്പുറത്തുകൂടെ ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഈ മീൻ കൂട്ടങ്ങളെല്ലാം, പെരുത്ത മീൻ കൂട്ടങ്ങൾ ഈ വലയ്ക്കകത്തേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഇന്ന് രാത്രികാലം ദൈവ പൈതലെ ആത്മാവിൽ വിളിച്ച് പറയട്ടെ, നിന്റെ ദൈവം നിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവം നിന്റെ മഹത്വമാണ്. നമുക്കറിയാം ദൈവ പൈതലെ, 400 സംവത്സരത്തെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വെട്ടിപ്പിച്ച് കൊണ്ടുവന്ന സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം നൽകിയ ഹല്ലേലൂയ വാഗ്ദത്തത്തിനകത്ത് ഉണ്ടായതാണ് നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. പ്രിയ ദൈവ പൈതലെ, ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നതാണ് ഈ പെട്ടകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഏതാണ്ട് 3 മാസക്കാലം ഈ നിയമപ്പെട്ടകം എവിടെയായിരുന്നു അറിയാമോ? ഒബേദ്ഏദോമിന്റെ ഭവനത്തിൽ നിയമപ്പെട്ടകം വെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ദൈവമക്കളെ, ഈ 3 മാസം കൊണ്ട് ഹല്ലേലൂയ ഒബേദ്ഏദോമിന്റെ ഭവനം അനുഗ്രഹം പ്രാപിച്ചു, നന്മ പ്രാപിച്ചു. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ നന്മകൾ, വലിയ അനുഗ്രഹങ്ങൾ ഒബേദ്ഏദോമിന്റെ ഭവനത്തിൽ ഉണ്ടായി. ദൈവമക്കളെ, തലമുറകളുടെ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. എന്നാൽ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഒബേദ്ഏദോമിന്റെ 62 പുത്രന്മാരെന്ന, ഒബേദ്ഏദോമിന്റെ 62 പുത്രന്മാരെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പെട്ടകം ഇരിക്കുന്ന ഇടം ഹല്ലേലൂയ നശിച്ചു പോകുമെന്ന് അന്നത്തെ ഇസ്രായേൽ രാജാവ് ഒന്ന് ചിന്തിച്ചു. പക്ഷേ എന്നാൽ ഒരു കാര്യം രാജാവിന് വ്യക്തമായും മനസ്സിലാക്കുവാൻ
കാണുവാൻ കഴിഞ്ഞു. എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഈ അതായത് ദൈവമക്കളെ, നിന്റെ ദൈവം ഹല്ലേലൂയ നിന്റെ മഹത്വമാണെന്ന് ഒബേദേദോമിനെ കണ്ടുകൊണ്ട് രാജാവിന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, ദൈവ പൈതലേ, ആമേൻ, യേശുവിനെ സ്വീകരിച്ച ഒരു കുടുംബം, ഹല്ലേലൂയ ദൈവമക്കളെ, ഓരോരുത്തരും ഒരു കുടുംബവും ഒരു വ്യക്തി ജീവിതവും നശിച്ചു പോകുകയില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയരെ, മഹത്വം നിന്റെ വീട്ടിൽ കയറി വന്നാൽ പരാജയങ്ങളുടെ ചരിത്രങ്ങൾ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ പറയാറില്ലേ, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ, പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, ഞങ്ങളെല്ലാം ഇങ്ങനെയാ, ഞങ്ങൾക്കൊന്നുകൊണ്ട് ഒരു മുന്നേറ്റവും ഇല്ല എന്ന് പറയാറില്ലേ? ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ, സഹോദരനെ, സഹോദരിയെ, എന്തുകൊണ്ടാ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്? യേശുവിന്റെ മഹത്വം നിന്നിൽ ഇല്ലാതെ പോകുന്നതാണ് അതിന്റെ കാരണമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. യേശു കർത്താവിന്റെ ദൈവിക സാന്നിധ്യത്തിന്റെ മറവിൽ നീ ആയിരിക്കുന്നുവോ എന്ന് ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം നമ്മിൽ ഉണ്ടാകണം. ദുഃഖത്തിന്റെ ചരിത്രങ്ങൾ മാറും പ്രിയരെ, നിന്ദയുടെ ചരിത്രങ്ങൾ മാറും പ്രിയരെ. നിന്റെ ദൈവം നിന്റെ മഹത്വമായി മാറും. അപമാനങ്ങൾ മാറും, അടിക്കടി വരുന്ന രോഗങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, കഷ്ടങ്ങൾ മാറും, ശാപങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഹല്ലേലൂയ, കടബാധ്യതകൾ, എല്ലാ ശാപവും നമ്മളെ വിട്ട് വിലകിപ്പോകും. യേശുവിന് നീ ഇടം കൊടുക്ക്. യേശു കർത്താവിന് വസിക്കുവാൻ നീ ഒരു ഇടം കൊടുക്ക്. കർത്താവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നമ്മെ സമർപ്പിച്ച് കൊടുക്ക. അല്ലെങ്കിൽ എത്ര പേർക്ക് സമർപ്പണമുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ദൈവമക്കളെ, കാനാവിലെ കല്യാണ വീട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വീടല്ലേ? നമ്മൾ അവിടെ പോയിട്ടില്ലെങ്കിലും നമുക്ക് ഈ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. കാനാവിലെ കല്യാണ വീട്, പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വലിയ നിന്ദ, ഹല്ലേലൂയ, ദൈവമക്കളെ കടന്നു വരാൻ വലിയ സാധ്യതയുണ്ടായിരുന്നു. കാരണം യഹൂദന്മാരുടെ ഇടയിൽ വൈൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്പർ 1 സാധനമാണ്. പക്ഷേ അവരുടെ ആദ്യത്തെ ട്രിപ്പ് അവർ വിളമ്പിയപ്പോഴേ അവർക്ക് വൈൻ തീർന്നു പോയി. എന്നാൽ ആ അപമാനം അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു അപമാനമാണ്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ യേശു കർത്താവ് ആ വീട്ടിൽ ദൈവമക്കളെ ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് ആ വീട് മഹത്വീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയണം. പ്രിയരെ, യേശു ആ വീട്ടിലെ ഗസ്റ്റ് മാത്രമാണ്. പക്ഷേ ഹല്ലേലൂയ, നാം വായിക്കുന്ന ആ അധ്യായം നമുക്ക് അവസാനിക്കുമ്പോൾ, എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ആ വീടിന്റെ മഹത്വമായി മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു ആ വീടിന്റെ, ആ കല്യാണ വീട്ടിലെ, ആ കാനാവിലെ കല്യാണ വീട്ടിലെ മഹത്വമായി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, വലിയൊരു നിന്ദയിൽ നിന്ന്, വലിയൊരു അപമാനത്തിൽ നിന്ന് ആ കുടുംബം രക്ഷയുടെ ഒരു വിടുതലിലേക്കാണ് മാറുന്നത്. കാരണം എന്താ? അവിടെ വന്ന പ്രമുഖന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് വിരുന്ന് കൊടുക്കുവാൻ കഴിയാതെ പോകും. വലിയ നിന്ന ഒരിക്കലും മാറാത്ത ഒരു വലിയ അപമാനമാണ് അവർക്ക് ഏർപ്പെടുവാൻ പോകുന്നത്. എന്നാൽ ദൈവ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. യേശു ആ വീട്ടിൽ ഒരു അതിഥിയായി കടന്നു വന്നുവെങ്കിലും, അല്ലെങ്കിൽ യേശു ആ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയായി കടന്നു വന്നെങ്കിലും, ദൈവമക്കളെ, കർത്താവ് ഭവനത്തിന്റെ മഹത്വമായി മാറിയപ്പോൾ ആ വീടിന്റെ നിന്ദ മാറി, ആ വീടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു, ആ വീട് മഹത്വമായി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, കർത്താവ് കടന്നു വന്നാൽ ആ ഭവനം അനുഗ്രഹമായി മാറും. കർത്താവ് ഇറങ്ങി വന്നാൽ ആ ഭവനം മഹത്വമായി മാറും. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മറിയെ കുറിച്ച് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മറിയ എന്ന ചെറിയ പെൺകുട്ടി, ഹല്ലേലൂയ, മറിയെ കുറിച്ച് നമുക്കറിയാം. അവിടെ യഹൂദന്മാരുടെ ഇടയിലൊക്കെ എങ്ങനെയാണെന്നറിയാമോ? ചെറിയ പ്രായത്തിൽ തന്നെ അവർ വിവാഹ നിശ്ചയം ചെയ്തു കഴിയും. എന്നാൽ ദൈവമക്കളെ, ഇവിടെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു മറിയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇവൾക്ക് വിവാഹം നിശ്ചയം ചെയ്തിരുന്ന രാത്രിയിൽ തന്നെ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന, ഹല്ലേലൂയ, മറിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? മറിയോട് പറയാൻ, മറിയേ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ ഗർഭിണിയാകും, നീ ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും എന്നെല്ലാം അവളോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മറിയ ഞെട്ടിപ്പോയി. ദൈവമക്കളെ, ഹല്ലേലൂയ, മറിയ ഞെട്ടിപ്പോയി. എത്ര വലിയൊരു അപമാനമാണ്
അവൾക്ക് അവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അവൾക്കറിയില്ല. അവൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും? അവൾ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് സംഭവിച്ചാൽ എനിക്ക് അപമാനമാണ്, നിന്നയാണ് എന്നവളുടെ മനസ്സിന് ഉള്ളത്തിനാഴത്തിൽ അവൾക്കൊരു തോന്നൽ. എന്നാൽ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. അവൾ പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ആമേൻ. അവൾ ഏറ്റെടുത്തു. ദൈവമക്കളെ, പരിശുദ്ധ ദൂതൻ പറഞ്ഞത് അപ്പാടെ അവൾ ഏറ്റെടുക്കുകയാണ്. ഇന്ന് രാത്രി കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ജീവിതത്തിന്റെ എവിടെയെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിനക്കൊരു അപമാനമോ നിന്ദയോ ഏർപ്പെട്ടു വന്നാൽ നീ അധൈര്യപ്പെട്ടു പോകരുത്. എന്റെ കർത്താവ് നിനക്ക് മഹത്വമായി നിന്നാൽ നിശ്ചയമായും നിന്റെ അപമാനങ്ങളെ, നിന്റെ പ്രശ്നങ്ങളെ, നിന്റെ പ്രതിസന്ധികളെ, നിന്റെ പ്രയാസങ്ങളെ എല്ലാ കർത്താവ് മാറ്റിത്തരും. ആകയാൽ കർത്താവിന്റെ ജീവിതത്തിന് ഒരു വലിയ മഹത്വമായി മാറുവാൻ നീ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ചില മാസങ്ങൾ കഴിഞ്ഞു എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ആമേൻ. തന്റെ ചാർച്ചക്കാരി എലിസബത്തിനെ കാണുവാൻ അവൾ കടന്നു പോകുക. ദൈവമക്കളെ, ഹല്ലേലൂയ. എലിസബത്ത് എന്ന് പറയുന്ന പുരോഹിതന്റെ ഭാര്യ. പുരോഹിതനെ പോയി കാണണമെങ്കിൽ ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞാൽ സല്യൂട്ട് അടിക്കാതെ ഉള്ളിൽ ആർക്കും പോകാൻ കഴിയത്തില്ല. അത്രമാത്രം നല്ലൊരു പോസ്റ്റിംഗ് ആണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ എലിസബത്ത് എന്ന് പറയുന്ന വൃദ്ധയാണ്, പ്രായമുള്ള സ്ത്രീയുമാണ്. എന്നാൽ ഹല്ലേലൂയ, ഇവൾ അവിടെ കടന്നു പോകുക. അവിടെ കടന്നു ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇവളുടെ മനസ്സ് നിറയെ ഇരിക്കുന്ന ഭാരങ്ങളാ. പക്ഷേ അവൾ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ 42-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, ഇവളെ കണ്ട മാത്രയിൽ തന്നെ അല്ലെങ്കിൽ ഇവിടെ എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. വളരെ പ്രിയരെ, ഇവിടെ വൃദ്ധയായ എലിസബത്ത് ഹല്ലേലൂയ പറയുന്നു, നീ എൻ്റെ അടുക്കൽ വന്നത് എനിക്ക് മാന്യതയാണ്. ആമേൻ. ഹല്ലേലൂയ. മറിയോട് പറയുക, മറിയേ, നീ എൻ്റെ അടുക്കലേക്ക് വന്നത് എനിക്ക് മാന്യതയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വന്നത് എനിക്ക് മാന്യതയാണ്. ഹല്ലേലൂയ. അത്യുന്നതൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്കറിയാം അത് ദൈവത്തിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ എലിസബത്ത് പറയാ, അത് നിന്റെ മഹത്വമാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, യെശയ്യാ പ്രവചനത്തിൽ നാം വായിച്ച വേദഭാഗത്തേക്ക് ഒന്ന് വരട്ടെ. സമയം നമ്മുടെ മുൻപിൽ വളരെയേറെ കടന്നു പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച് കേട്ട ഭാഗങ്ങളിൽ അവൻ നിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. ആമേൻ. എത്ര പ്രതിസന്ധികൾ, എത്ര പ്രതികൂലങ്ങൾ ഉണ്ടാകട്ടെ, കുടുംബം നിങ്ങൾക്കെതിരായി നിൽക്കട്ടെ, പ്രിയ ദൈവ പൈതലേ, നീ ഭയപ്പെടേണ്ട, നീ അധൈര്യപ്പെടേണ്ട. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്റെ മഹത്വമാണോ? നിശ്ചയമായും ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ അവിടെ തല നിവർന്ന് നിൽക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ അത്ഭുതത്തെ നിനക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആകയാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, ക്രൂസ് കഷ്ടതയുടെ അടയാളമെന്ന് പലരും പറയാറുണ്ട്. ക്രൂസ് ചുമക്കുന്നത് കഷ്ടതയുടെ അടയാളമാണെന്ന്. പക്ഷേ ക്രൂസ് കഷ്ടതയുടെ അടയാളമല്ല, പിന്നെയോ ദൈവമക്കളെ ജയത്തിന്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൂസ് ചുമക്കുന്ന സമാധാനമാണ്, വിടുതലിന്റെ അടയാളമാണ്, മോക്ഷത്തിന്റെ അടയാളമാണ്. കഷ്ടതയെ അവൻ അനുഗ്രഹമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, കഷ്ടതയെ അവൻ അനുഗ്രഹമാക്കി തീർക്കും. പ്രിയ ദൈവ പൈതലേ, യേശു നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആമേൻ, നിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, നിന്റെ കുടുംബത്തിൽ മാറ്റമുണ്ടാകും, നീ ആയിരിക്കുന്ന മേഖലകളിൽ മാറ്റമുണ്ടാകും. ഒരു ദൈവ പൈതൽ ഇരിക്കുന്ന ഇടത്ത് പ്രൈസ് ദി ലോർഡ്, അവൻ എവിടെ ജോലി ചെയ്യുന്നിടത്തിൽ പോലും ദൈവമക്കളെ ഹല്ലേലൂയ ദൈവ മഹത്വമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലെ തിരിച്ചറിയുവാൻ കഴിയുമെന്നേ ആമേൻ ഇന്നത്തെ കാലത്ത് വന്നപ്പോൾ ഒരു ദൈവ പൈതലിനെ തിരിച്ചറിയാൻ വളരെ പാടാ. കാരണം വസ്ത്രധാരണയിൽ പോലും തിരിച്ചറിയുവാൻ കഴിയാതെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ പോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ ദൈവമക്കളെ
ദൈവമക്കളെ, ഇന്നത്തെ ലോകം അത്രമാത്രം അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിനെ, യഥാർത്ഥ ദൈവ പൈതലിനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. സഹോദരി, എന്താണ്, എവിടെയാണെന്ന് ചോദിക്കണം, ഏത് ചർച്ചിലാണെന്ന് ചോദിക്കണം. അങ്ങനെ നമുക്ക് ചോദിക്കത്തക്കവണോ നമ്മുടെ നെറ്റി കാണുമ്പോഴേ തിരിച്ചറിയണമെന്നേ ഇത് ദൈവ പൈതലാണ് എന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ കാലത്ത് കാരണം എന്താണെന്നറിയാമോ? ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ജാതികൾ എന്ത് ചെയ്യുന്നു അതുപോലെ അവരോടൊപ്പം ചേർന്ന് ചെയ്യുന്ന പലരെയും കാണുവാൻ കഴിയുന്നു. നാമതയെ ക്രിസ്ത്യാനികൾ എന്നല്ലാതെ അവർക്കൊക്കെ എന്ത് പേരാ പറയേണ്ടുന്നത്? പ്രിയ ദൈവ പൈതലേ, ഇത് അന്ത്യകാലമാണ്. അരുമനാഥന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ നാളുകളായി പുത്തൻ പുതിയ അഭിഷേകത്തോടെ വല്ലഭയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കൈവിടപ്പെട്ടു പോകരുത് സഹോദരി, ഇത് അന്ത്യകാലമാണ്. കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്ന സമയം മുൻപിലുണ്ട്. ഏത് നിമിഷവും അരുമനാഥന്റെ വരവുണ്ട്. ആകയാൽ ദൈവ പൈതലേ, കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മഹത്വമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ജീവിതത്തിൽ ഒരു വലിയ മഹത്വമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് ചുമക്കുന്നത് അപമാനമല്ല കേട്ടോ. ക്രൂശ് ചുമക്കുന്നത് ഒരിക്കലും അപമാനമല്ല. ദൈവ പൈതലെ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയും അനുഗ്രഹവുമായി മാറും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലെ, ക്രൂശ് ചുമക്കുന്നത് അത് അനുഗ്രഹമാണ്, നന്മയാണ്. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണ് ദൈവ പൈതലെ. ആകയാൽ കർത്താവിന്റെ വചനത്തെ ചുമക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, അവൻ ദൈവത്തിന് മഹത്വമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് മഹത്വമായി മാറും. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം സമർപ്പണമുണ്ട്? കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന്റെ മുൻപിൽ ഞാനായിരിക്കാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവ്, അങ്ങനിലേക്ക് ഇറങ്ങി വരണം, അങ്ങനോട് സംസാരിക്കണം, അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. അപ്പ, ഞാൻ അങ്ങയുടെ മകനായി മകളായി ജീവിക്കണം കർത്താവേ. അങ്ങയുടെ വരവേ ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഹല്ലേലൂയ എന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ക്രൂശ് ചുമക്കുന്നത് ഭാഗ്യമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അത് പാപങ്ങളുടെ മോചനമാണ്, രോഗത്തിന് സൗഖ്യമാണ്. യേശു ഒരിക്കലും അപമാനമല്ല, മഹത്വമാണ്. യേശു ഒരിക്കലും അപമാനമല്ല, മഹത്വമാണ് ദൈവമക്കളെ. ആകയാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേരങ്ങളെ, നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കർത്താവ് നമുക്ക് മഹത്വമായി മാറണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടിന്റെ ഒരടി പാടി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ആരാധ്യൻ യേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖം എൻ ഹൃദയത്തിൻ ആനന്ദമേ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ
ഹൃദയത്തിൽ ആനന്ദമേ. നമുക്ക് ചേർന്ന് പാടാൻ ദൈവമക്കളെ സമർപ്പണത്തോടെ. കർത്താവെ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വസിച്ചോട്ടെ, അങ്ങയുടെ മഹത്വം എന്നിലേക്ക് ഇറങ്ങി വരണം അപ്പ. എത്ര പേർക്ക് സമർപ്പണമുണ്ട് പ്രിയ ദൈവ പൈതൽ? ഒന്ന് സമർപ്പണത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം അപ്പ. നിൻ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഇന്ന് രാത്രികാലം ഞങ്ങൾ കേട്ട വചനത്തിനായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മഹത്വമായി അപ്പൻ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾ അപ്പൻ ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ രക്തത്താൽ കഴുകി മുദ്രയിടണമേ. ഇന്ന് രാത്രികാലം ആരെല്ലാം ഈ വചനം കേട്ടിരിക്കുന്നു, അവർക്കെല്ലാം അങ്ങ് മഹത്വമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. കൃപ തോന്നി എല്ലാവരെയും അപ്പച്ചൻ അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറച്ചട്ടെ, അവിടുത്തെ രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ടാണ് സകല നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു എങ്കിൽ പോലും കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി നിങ്ങളുടെ മുൻപിൽ നിർത്തി അന്ന് ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, എനിക്കിങ്ങനെ നല്ലൊരവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുള്ള നന്ദി വീണ്ടും അറിയിച്ചും കൊണ്ട് ദൈവമക്കളെ, എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ തന്നെ എൻ്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമുള്ളവർ ദയവിച്ചത് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് 2 അക്കൗണ്ട് എൻ്റേതുണ്ട് ദൈവമക്കളെ. ഒന്ന് റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും, അതുപോലെ തന്നെ ഇന്നൊരു യൂട്യൂബ് ചാനലുള്ളത് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെയാണ്. ഈ 2 ചാനലിൽ ദിനവും ആശ്വാസപ്രദമായ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അത് അനുഗ്രഹമായി നന്മയായി മാറും എന്നത് ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ശുശ്രൂഷയെ മാനിക്കുക. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇതുവരെയിലും ക്ഷമയോടുകൂടെ കാത്തിരുന്ന വചനം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ പേജിൻ്റെയും ഗ്രൂപ്പിൻ്റെയും എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും ഒക്കെ എൻ്റെ മെമ്പേഴ്സ്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അഡ്മിന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചും കൊണ്ടും പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. വീണ്ടും നല്ല ഒരു വചന ശുശ്രൂഷയുമായി കടന്നു വരും. കർത്താവ് അതുവരെ നമ്മ എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.